ഇഷ്ടം പറഞ്ഞ കമ്പനി പോവൂ? പോലായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എനിക്കൊരു കാര്യം അറിയോ, ഇതോടെ കൂടി കുട്ടീനെ 9ാമത്തെ വട്ടം എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറയാം. എന്താടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. നീ എന്താ പ്രേമിക്കാതെ? എന്തപ്പ അങ്ങനെ ഒരു ചോദ്യം? പറ. എനിക്ക് പ്രേമിക്കാൻ പേടിയാ. ആർക്ക്? നിനക്കാ? പ്രേമിക്കാൻ പേടിയാ? അത് വല്ലാത്തൊരു പേടിയാണല്ലോ. എനിക്കങ്ങനെ കുറച്ച് വെറൈറ്റി പേടിയൊക്കെ ഉണ്ട്. ഓഹോ, എന്നാ അതൊക്കെ ഒന്ന് പറ കേക്കട്ടെ. എനിക്ക് മെമ്മറീസിന് ഭയങ്കര പേടി. നമ്മളീ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ വീണ്ടും വീണ്ടും ഒക്കെ. അതുകൊണ്ടാണ് എനിക്ക് മെമ്മറീസിന് എത്ര പേടി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ വിട്ടു പോകുന്നവരുടെ പേടി, അതേപോലെ തന്നെ ആൾക്കാർ പെട്ടെന്ന് മാറുന്നവര്, അങ്ങനെ കുറെ പേടിയാണ്. ശരി, ഈ പ്രേമിക്കാനുള്ള പേടി എപ്പോ തുടങ്ങി? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശബരി. ഫ്രണ്ട്. അവന്റെ ബ്രേക്കപ്പ് ടൈമിൽ ഏറ്റവും കൂടുതൽ അവനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ. എന്ന് വെച്ചാൽ അവന്റെ ബ്രേക്കപ്പ് ടൈമിൽ അവന്റെ എല്ലാ ഇമോഷനും എന്നോടായിരുന്നു ഷെയർ ചെയ്തത്. അവന്റെ കരച്ചിലും അവന്റെ സങ്കടം പറിച്ചിലും ഒക്കെ എന്നോടായിരുന്നു. ഒരു ദിവസം അവൻ എന്നോട് ഇഷ്ടമാണ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തോന്നിയെങ്കിലും പെട്ടെന്ന് എന്താ പറയാ, അതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ഒന്നും ചെയ്തു. സ്വാഭാവികം. അവന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, പക്ഷെ എന്താ പറയേണ്ടതെന്ന് അറിയത്തോണ്ട് ഞാൻ കേട്ടോളൂ. അങ്ങനെ അവൻ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് വരുന്ന ഒരു ടൈമിൽ അവന്റെ ബർത്ത്ഡേക്ക് കുറെ ഗിഫ്റ്റും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ ആയിട്ട് അവൻ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ അന്ന് എന്നെ പ്രപ്പോസ് ചെയ്തത് ഓർമ്മയില്ലേ? അപ്പൊ അവൻ പറയാ, എപ്പോ? ആര്? ഞാനോ? നിനക്കൊക്കെ തോന്നിയതാണോ? അപ്പൊ അന്ന് അവൻ പ്രപ്പോസ് ചെയ്തു? അത് അവന്റെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാനുമായിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ടാവും. അല്ലാതെ അവന് ഇഷ്ടമില്ലായി. ബട്ട് ഇതിനൊക്കെ ഒന്ന് പ്രോസസ്സായി വരെയും കുറെ ടൈം. ഭാഗ്യത്തിന് അന്ന് കൊണ്ടുപോയ ഗ്രീറ്റിംഗ് കാർഡ്സും അവന് കൊടുത്തില്ല. അതിൽ എഴുതിണ്ടായിരുന്നല്ലേ? എന്നിട്ടോ? എന്നിട്ടെന്താ, കൊണ്ടുപോയ ഗിഫ്റ്റ് മാത്രം കൊടുത്ത് ഞാൻ തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്കത് ഭയങ്കര സങ്കടമായി. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ റിലേഷനിലായിട്ടാണ് അവൻ ഇങ്ങനെ പറയണെങ്കിലും അപ്പൊ എനിക്കത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അയ്യേ, ഇതാണ് അത്ര വലിയ റീസൺ. പിന്നെ ഞാൻ അവൻ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അവൻ എന്നെ ഹേർട്ട് ചെയ്തത്. അപ്പൊ നീ അവന്റെ എന്താ എക്സ്പെക്ട് ചെയ്തേ? എനിക്കറിയില്ല, മനുഷ്യന്മാരെങ്ങനെ മാറും? മനുഷ്യന്മാരെ മാറും. നിനക്കെന്താ തോന്നുന്നത്? അവൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്കെങ്ങനെ അറിയാനാണ്? മനുഷ്യന്മാരുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റിയ പിന്നെ അതിക്കുള്ള പറഞ്ഞിരുന്നാണോ? അതും ശരിയാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ, എന്റെ മനസ്സ് എന്താ നിനക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇതുവരെ കാണാൻ പോലും ചെയ്യാത്ത ആളുടെ മനസ്സ് ഞാൻ വായിച്ചെടുക്കുക. അതും ശരിയാ. നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് അഡ്വൈസ് തരട്ടെ? എന്താണോ? ഓക്കെ. അതായത് നീ പേടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാതെ ഇരിക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുകയും ചെയ്യരുത്. എവിടെന്നാണ് ഈ ഫിലോസഫിക്ക? ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിലും ആവശ്യമുള്ള കാര്യമൊന്നും നീ കാണും കേൾക്കുകയും ചെയ്യില്ലല്ലോ. എടി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇനി എങ്ങാനും അവൻ തിരിച്ചു വന്നാൽ നീ ഓക്കെ? ആര്? അവനോ? ഒന്ന് പോയടാ. ഒരു ചായ. ഇവിടുത്തെ ചായക്ക് മാത്രം ഒരു മാറ്റമില്ലല്ലേ? ഫസ്റ്റ് ഇയറിൽ കുടിച്ച അതേ ടേസ്റ്റ്. എത്ര പെട്ടെന്നല്ലേ 3 വർഷം പോയത്. നിനക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടോ? എടി, നീ 2 കൊല്ലം മുന്നേ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിനക്ക് പാസ്റ്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് റിലേഷൻഷിപ്പിലാവാൻ പേടിയാന്നൊക്കെ പറഞ്ഞത്. എങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. അന്ന് നിന്നോട് ഞാൻ എസ് പറഞ്ഞില്ല, ഞാനൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ. എടാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ പോയാലോ? എന്ത് കാര്യം? എടാ, അത് പിന്നെ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കിനി കോളേജ് കഴിയാൻ 1 വീക്ക് കൂടിയല്ലോ. പിന്നെ ഇന്റർവ്യൂവിന്റെ ലിസ്റ്റ് ആണെങ്കിൽ റിലീസ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നിനക്ക് എന്റെ സിറ്റുവേഷൻ ഒക്കെ അറിയാലോ. എനിക്ക് UK പോകാനുള്ള വിസ വന്നിട്ടുണ്ട്. ഫെയർവെൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടുന്ന് പോകും. എടാ, ഞാൻ നേരത്തെ പറയണായിരുന്നു. സോറി. എടാ,
നീ എപ്പോഴാണ് ശ്രദ്ധിച്ചു പോണേ. നീ ഒറ്റയ്ക്കായിരിക്കില്ല അവിടെ സ്റ്റേ ഒക്കെ? നിനക്കറിയാലോ വെറുതെ പോയി ഞാൻ ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ. ഡെയിലി വിളിക്കണേ. ഞാൻ പോരാട്ടോ. നിനക്കുള്ള കോളാണ്. ഹലോ. ഹലോ, ഇത് ഹൃദയല്ലേ? ഞങ്ങൾ PKS ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീറാം മാമിൻ്റെ ക്ലാസ്മേറ്റ് ആണോ? ആളൊരു 10 മിനിറ്റ് മുന്നേ നടന്ന അവിടെ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഫോണിൽ മാഡത്തിൻ്റെ നമ്പറായിരുന്നു ഫസ്റ്റ് കിടക്കണ്ടായിരുന്നത്. അതാ മാമിനെ വിളിച്ചത്.